വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഓണത്തിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം. മെയ് മാസം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കും. തുറമുഖം വൈകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നടത്തിവന്ന ആർബിട്രേഷൻ നടപടികൾ ഒത്തുതീർത്തെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു. ഇത് വലിയ സാമ്പത്തിക നേട്ടം അദാനിക്ക് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തുറമുഖത്തിനു വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം, തീരത്തുനിന്നും 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. ഇന്ത്യയിൽ ഒരിടത്തും നിലവിൽ ഇത്തരമൊരു തുറമുഖമില്ല എന്നുള്ളത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായി ഇന്ത്യയിലേക്ക് എത്തുന്ന മദർഷിപ്പുകൾക്ക് നിലവിൽ രാജ്യത്ത് ഒരു തുറമുഖത്തും നങ്കൂരമിടാനാകില്ല. ഇത് വിഴിഞ്ഞത്തിന്റെ പ്രസക്തി കൂട്ടും. വലിയ വികസന സാധ്യതകൾ കേരളത്തിലേക്ക് വിഴിഞ്ഞം കൊണ്ടുവരും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബറോടെ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അദാനി വിഴിഞ്ഞം പോർട്സിന്റെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്ത പ്രദീപ് ജയരാമൻ പറഞ്ഞു. വിഴിഞ്ഞത്തുനിന്ന് പ്രവർത്തനം തുടങ്ങാൻ പ്രമുഖ രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികളുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ്. മെയ് ജൂൺ മാസങ്ങളിൽ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടക്കും. ബാർജിയിൽ 30 കണ്ടെയ്നറുകൾ എത്തിച്ചാകും തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നത്. തുറമുഖത്തിന്റെ 2-3 പ്രവർത്തനങ്ങൾ 2028 പൂർത്തിയാകും. ഇന്ത്യയിലെ വമ്പൻ തുറമുഖങ്ങൾ പോലും മദർഷിപ്പുകൾക്ക് യോജിച്ചവയല്ല. 14,000 മുതൽ 20,000 കണ്ടെയ്നറുകളാണ് മിക്ക മദർഷിപ്പുകളിലുമുള്ളത്. ഇങ്ങനെ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ മുഴുവൻ സമീപമുള്ള മറ്റ് മദർ പോർട്ടുകളിലേക്കാണ് മാറ്റുക. കൊളംബോ, സലാല, സിംഗപ്പൂർ തുറമുഖങ്ങളിലാണ് ഇപ്പോൾ ഇത്തരം കപ്പലുകൾ നങ്കൂരമിടുന്നത്. അവിടെ നിന്ന് ചെറിയ കപ്പലുകൾ, കണ്ടെയ്നറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. വലിയ തോതിൽ സമയം, പണം തുടങ്ങിയവ നഷ്ടപ്പെടുത്തുന്ന രീതിയാണെങ്കിലും രാജ്യത്തിന് ഇതല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നതോടെ ഇതിന് അവസാനമാകും. 2-3 ഘട്ട നിർമ്മാണങ്ങൾക്ക് 10,000 കോടിയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത്. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിനായി 34 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കാനുണ്ട്. ഇത് ഉടൻ പൂർത്തിയാകുമെന്ന് സ്ഥാനമൊഴിയുന്ന സിഇഒ രാജേഷ് ടാ പറഞ്ഞു. പുതിയതായി തുടങ്ങിയ അദാനി സിമന്റ്സിന്റെ തലപ്പത്തേക്ക് നിയുക്തനായ രാജേഷ് ടാ അദാനി വിഴിഞ്ഞം പോർട്സിന്റെ MD സ്ഥാനത്ത് തുടരും. പുതിയ സിഇഒയും എത്തിക്കഴിഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഉടൻ തീരും. നിർമ്മാണം വേഗത്തിൽ നടക്കുന്നതിനാൽ സെപ്റ്റംബറോടെ വാണിജ്യ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്ത പ്രദീപ് ജയരാമൻ പറഞ്ഞു. ടിപ്പറിൽ നിന്ന് കല്ല് വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത്. എന്നാൽ പാറക്കല്ലുകളുടെ ക്ഷാമം, ഓഖി ചുഴലിക്കാറ്റ്, കോവിഡ് മഹാമാരി തുടങ്ങിയ പ്രതിസന്ധികൾ, രാഷ്ട്രീയ വിവാദം, തുടർച്ചയായ പ്രതിഷേധങ്ങൾ, ഇതിനെല്ലാം ഒടുവിലാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 2 കൂറ്റൻ മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാം. വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അതായത് ഇന്ത്യയിലേക്ക് ആവശ്യമായ ചരക്കുകൾ വിഴിഞ്ഞം തുറമുഖം വഴിയാകും കൈകാര്യം ചെയ്യുക. ഇവിടെ നിന്ന് മറ്റ് തുറമുഖങ്ങളിലേക്ക് ചെറുകപ്പലുകളിലൂടെ ചരക്കുകൾ മാറ്റും. മറ്റ് രാജ്യങ്ങളിലെ മദർ പോർട്ടുകളെ ആശ്രയിക്കുന്നത് വഴി രാജ്യത്തിന് നഷ്ടപ്പെടുന്ന വിദേശ നാണ്യം ലാഭിക്കാനാകും. മാത്രമല്ല ചരക്കു നീക്കത്തിനെടുക്കുന്ന സമയനഷ്ടം കുറയ്ക്കാം.